ഹലോ അസ്സലാമു അലൈക്കും. പെരി പെരി അൽഫാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി തൈര് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. തൈരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളക് വറുത്തെടുക്കാം. കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് മല്ലിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ മല്ലി ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ പാൻ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മസാല സെറ്റാക്കാം. നമ്മൾ നേരത്തെ വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ച തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി വറുത്ത സ്പൈസസ് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ്, ചെറുനാരങ്ങ നീര്, ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അരിച്ച് വെച്ച് ആ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം മസാല ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഒരു സോസ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ, ടൊമാറ്റോ കെച്ചപ്പ്, കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലെക്സ്, ചെറുനാരങ്ങ നീര്, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി സോസ് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ചിക്കന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ചിക്കന് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് അതിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കാം. സോസ് തേച്ചിട്ട് നമ്മൾ ചിക്കന് 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം.
ബാക്കി വന്ന സോസ് അതിൻ്റെ മേലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മേലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ.